പ്രചാരണത്തിന് പണം നൽകി ആളെ ഇറക്കുന്നുവെന്ന വാർത്തയ്ക്ക് പിന്നിൽ CPM ആണെന്ന് കോൺഗ്രസ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും DGPക്കും കെ മുരളീധരൻ പരാതി നൽകി. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് CPM ലക്ഷ്യമെന്ന് കെ മുരളീധരൻ ആരോപിച്ചു. പരസ്യം നൽകിയെന്ന പ്രചാരണം UDF ദുർബലമെന്ന് കാണിക്കാനെന്ന് കെ മുരളീധരന്റെ ചീഫ് ഇലക്ഷൻ ഏജന്റ് D സുദർശനൻ പറഞ്ഞു. പ്രവർത്തകരെ വാടകയ്ക്കെടുക്കുന്ന ഒരു കൾച്ചർ ഞങ്ങളുടെ നിയോജകമണ്ഡലത്തിൽ എനിക്കിതാണ് പറയാൻ പറ്റുന്നത്. ഞങ്ങളുടെ നിയോജകമണ്ഡലത്തിൽ അങ്ങനെ ഒരു കൾച്ചറില്ല. നമ്മുടെ പാർട്ടി പ്രവർത്തകർ ധാരാളം ഉണ്ട്. ഇങ്ങനൊരു മെസ്സേജ് വന്നതിന് പിന്നിൽ എന്തായിരിക്കും? അത് ഞങ്ങളിവിടെ ദുർബലമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമായിരിക്കണം. ഇവിടെ ഞങ്ങളിപ്പോൾ ഏറ്റവും മുന്നിലാണ്. ആ മുന്നിലാണെന്നുള്ള കാര്യത്തെ ഒന്ന് തമസ്കരിച്ചുകൊണ്ട് ഇത് ഇവിടെ വളരെ കുഴപ്പമാണ്, വളരെ പരിങ്ങലിലാണെന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ പരിങ്ങുന്നത് എതിർകക്ഷികൾ തന്നെയാണ്. റഹീസ് റഷീദ് വിവരങ്ങളുമായുണ്ട്. റഹീസ്, സത്യാനന്തര കാലമാണ്. ആർക്കിട്ട് എന്ത് പണി കൊടുക്കുന്നു എന്നുള്ളത് അന്വേഷിച്ചാൽ മാത്രമേ അറിയുകയുള്ളൂ. മധു, പക്ഷേ ഈ ആപ്ലിക്കേഷൻ ഹൈറേൺ എന്ന ആപ്ലിക്കേഷൻ സാധാരണഗതിയിൽ സംസ്ഥാനത്ത് സജീവമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ആ ആപ്ലിക്കേഷനിൽ ഈ ഡെയിലി ജോലിക്കാരെയൊക്കെ കൊടുക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അതിലാണ് ഇന്നലെ വൈകിട്ട് പുലർച്ചെ 12:02 കോൺഗ്രസിൻ്റെ വട്ടിയൂർക്കാവ് റാലിക്ക് വേണ്ടി 20 പേരെ വേണം. 511 രൂപയും ഭക്ഷണവുമാണ് വേതനം. 5 മണിക്കും 10 മണിക്കും ഇടയ്ക്കാണ് റാലി നടക്കുക എന്ന കാര്യം പറഞ്ഞത്. ആ മെസ്സേജ് ഇട്ട് ഏതാണ്ട് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് ഡിലീറ്റ് ചെയ്യുകയും തെറ്റിദ്ധാരണ മൂലം സംഭവിച്ച മെസ്സേജാണ് എന്ന് ആ ഗ്രൂപ്പിൻ്റെ അഡ്മിൻ റിപ്ലൈ ഇടുകയും ചെയ്തു. അത് വാർത്തയായതിനു പിന്നാലാണ് ഇതിന് പിന്നിൽ CPIM ആണ് എന്ന് ആരോപിച്ച് UDF രംഗത്ത് വന്നത്. കെ മുരളീധരൻ തന്നെ അവിടുത്തെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രത്തൻ യു കേൽക്കർക്കും ഒപ്പം DGP രവത ചന്ദ്രശേഖരനും പരാതി നൽകി. തോൽവി ഭയന്ന CPM ഉണ്ടാക്കുന്ന കള്ളക്കഥയാണ്, അതുകൊണ്ട് അടിയന്തരമായി ഇടപെടണം എന്ന ആവശ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത്. ഒപ്പം D സുദർശനൻ ചീഫ് ഇലക്ഷൻ ഏജന്റാണ് വട്ടിയൂർക്കാവിലെ UDFൻ്റെ. അദ്ദേഹം പറയുന്നത് UDF സ്ഥാനാർത്ഥി ദൗർബല്യമാണ്. അദ്ദേഹം അവിടെ വിജയസാധ്യതയില്ല, ആളുകൾ പോലും പ്രകടനത്തിന് ഇല്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കെ മുരളീധരനും UDFും എന്ന് പറയുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഒരു നീക്കമായാണ് ഇതിനെ ഇവർ ആരോപിക്കുന്നത്. സ്വാഭാവികമായും പോലീസിന്റെ നടപടികളൊക്കെ വരുമ്പോൾ സത്യം തെളിയും. സത്യാനന്തര കാലത്ത് എന്താണ് സത്യമെന്ന് അപ്പോൾ വ്യക്തമാവുകയും ചെയ്യും. റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്. പുലർച്ചെ 12 മണിക്ക് ഒരു പരസ്യം വരികയാണ്. 10 മിനിറ്റിനുള്ളിൽ അത് ഡിലീറ്റ് ആവുകയും ചെയ്യുന്നു. പിന്നെ അതിന്റെ സ്ക്രീൻഷോട്ട് അവിടെ കുത്തിയിരുന്നെടുത്തവർ പിന്നീട് അത് പുറത്തേക്ക് വരികയും ചെയ്തു. എന്തൊക്കെ കാണണമല്ലേ ഒരു തെരഞ്ഞെടുപ്പ് ദിവസം അങ്ങ് തീർന്നു കിട്ടണമെങ്കിൽ.